मैं कभी बतलाता नहीं, पर अंधेरे से डरता हूँ मैं माँ। यूं तो मैं दिखलाता नहीं, तेरी परवाह करता हूँ मैं माँ। तुझे सब है पता है ना माँ, तुझे सब है पता मेरी माँ। തിരക്കേറിയ ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒറ്റപ്പെടലാണ്. ഈ അവസ്ഥയ്ക്ക് പരിഹാരമായി അവർ കണ്ടെത്തുന്നതോ സമൂഹ മാധ്യമങ്ങളെയോ അനാവശ്യമായ കൂട്ടുകെട്ടുകളെയോ ആണ്. ഭിന്നശേഷിയുള്ള കുട്ടികളെ ഈ അവസ്ഥ കൂടുതൽ വൈകാരികമായ രീതിയിൽ ബാധിക്കപ്പെടും. ഇത്തരം ഒരവസ്ഥയുടെ ദൃശ്യാവിഷ്കാരമാണ് ഇത്. വെള്ളാരം കല്ലേ കൊല്ലാതെടി പെണ്ണേ എന്നെ, വെയിൽ ചില്ലകളിൽ മഴയാ. എൻ്റെ പേര് വീര. ഞാൻ സാധാരണ പോലെയല്ല കേട്ടോ. അത് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ? എല്ലാവരുടെയും പറച്ചിലില് ഞാനൊരു വല്ലാത്ത കുട്ടിയാണ്. ശരി മോളെ, ഞാൻ പോയിട്ട് വരാട്ടോ. നീ വരുന്നില്ലേ? മക്കളെ, ചേച്ചീനെ നോക്കണേ. മോളെ, അമ്മ പോയി വരാട്ടാ. ഇവരെ ശല്യപ്പെടുത്തരുത്, അവർക്ക് പരീക്ഷയാണ് കേട്ടോ. വാ, കളിക്കാൻ പോവാം. ആടി പോവാം. അല്ല, നമ്മ പോയാൽ ഇവളാര് നോക്കും? അത് കുഴപ്പമില്ല, അവൾ അവിടെ ഇരുന്നോളൂ. ഇപ്പൊ എല്ലാവർക്കും എൻ്റെ കുടുംബത്തെ മനസ്സിലായില്ലേ? ഇവിടെ എല്ലാവർക്കും എന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇവർക്കാർക്കും എന്നെ കേൾക്കാനോ കൂടെ ചിരിക്കാനോ കളിക്കാനോ ഒന്നിനും നേരമില്ല. എന്നാ എനിക്ക് വീട്ടില് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ആരാന്നറിയോ നിങ്ങൾക്ക്? വാ, ഞാൻ കാണിച്ചു തരാം. മീരേ, മീരേ. हौले से धीमे से मुझको बाहों में भर लो ना तुम, नरम सी सांसों में मुझको आहों में भर लो ना तुम. നിനക്കിങ്ങനെ എപ്പോഴും കണ്ണാടി നോക്കി ഇരുന്നാ മതിയോ? സ്കൂളിലൊന്നും പോണ്ടേ? സ്കൂള് അത് എനിക്ക് നീ എന്തിനാ വിഷമിക്കുന്നേ? നിനക്കെന്താ സ്കൂളിൽ പോവാ ഇഷ്ടല്ലേ? എനിക്ക് സ്കൂളിൽ പോകാനൊക്കെ ഇഷ്ടമാണ്. പിന്നെന്താ? പക്ഷേ അവിടെ പഠിപ്പിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെന്താ? എല്ലാവരും പഠിക്കുന്നത് പോലെയൊക്കെ പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങി
എൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ നോക്കി. നീ എന്താ ചിരിക്കുന്നേ? ചിരിക്കാതെ പിന്നെ, ഇതൊക്കെ കേട്ട ആർക്കായാലും ചിരി വരും. എന്താ എന്താ അപ്പൊ അതിലിത്ര ചിരിക്കാനുള്ളേ? നിനക്ക് എന്താന്ന് ഇതുവരെ നിന്നെ പറ്റി ഒന്നും മനസ്സിലായിട്ടില്ലേ? എന്ത്? നിന്റെ പരിമിതികൾ. എന്ത് പരിമിതികൾ? ഈ വീൽ ചെയറോ? അത് പരിമിതിയല്ലേ? നിനക്ക് മറ്റുള്ള കുട്ടികളെ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓടാനും നടക്കാനും ചാടാനും ഒന്നും നിനക്ക് പറ്റില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അല്ലെങ്കിൽ നീ തന്നെ പറ, നിനക്ക് എന്ത് കഴിവാണല്ലേ? മോളെ, ഇതാണ് നിന്റെ പുതിയ ടീച്ചർ. ഇപ്പം മോള് നല്ല മിടുക്കിയായില്ലേ? ഇനി ടീച്ചറുടെ സ്ഥലത്തേക്ക് കൊണ്ടോട്ടെ? എവിടേക്കാ? വായോ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താ അത്? You are amazing. സ്നേഹവും പരിഗണനയുമാണ് ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ ഘടകം. അത് കൊടുക്കാൻ സാധിച്ചാൽ കുട്ടികളിലെ അമൂല്യമായ വാസനകളെ തിരിച്ചറിയുന്നതിനും അവരെ സമൂഹത്തിന് അനുയോജ്യരായ രീതിയിൽ വളർത്തുവാനും സാധിക്കും. അങ്ങനെയുള്ള ഒരു നല്ല നാളേക്കായി നമുക്കേവർക്കും കൈകോർക്കാം. നന്ദി.